ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇതാണ് മിഷ്ടി ദോയ്. മധുരമുള്ള പാല് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു ബംഗാളി ഡെസേർട്ടാണിത്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം 1/2 ലിറ്റർ പാല് തിളപ്പിക്കുക. ഇതിലേക്ക് 2-3 കുങ്കുമപ്പൂവിൻ്റെ സ്റ്റാൻഡ്സ് വേണമെങ്കിൽ ഇടാം, ഫ്ലേവറിന് വേണ്ടിയാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് മാറ്റി അങ്ങോട്ട് വെക്കുക. ഇനി വേറൊരു പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അതായത് പാൻ ഒന്ന് ചൂടാക്കുമ്പോഴേക്കും ഇതൊന്ന് ഉരുകി വരും, ഒരു കളർ ചേഞ്ച് വന്നിട്ടൊന്ന് ഉരുകി വരും. ഇതാണ് കാരമലൈസ് ചെയ്തെടുക്കേണ്ടത്. ഈ കാരമലൈസ് ചെയ്ത ഷുഗറിലേക്ക് നമ്മൾ കുറച്ച് തിളപ്പിച്ച പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചൊരു കൈവച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എന്നാലേ ഇതൊന്ന് മിക്സായി വരത്തുള്ളൂ. ഈ മിക്സ് ബാക്കിയുള്ള തിളപ്പിച്ച പാലിലേക്ക് ഒഴിച്ച് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാറണം. പാലിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറുമ്പോഴേക്കും ഒരു 1.5 ടേബിൾ സ്പൂൺ കട്ട തൈര് അല്ലെങ്കിൽ പ്ലെയിൻ യോഗേർട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്താൽ ലംസ് ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അതിന് ഒരു ക്ലേ പോട്ട് എടുക്കുക. ഒരു മൺചട്ടി എടുത്തിട്ട്, ഞാനിവിടെ 3 മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു വെക്കുക. എന്നിട്ടൊരു 8 hours എങ്കിലും ഇത് ഫെർമെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓവർനൈറ്റ് വെക്കുക. രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എടുക്കാം. ആ ഒരു പരുവത്തിൽ ഓവർനൈറ്റ് നമ്മൾ പുറത്ത് തന്നെ വെക്കുക. ഇത് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം തണുപ്പിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അതാ അങ്ങനെ നമ്മുടെ മിഷ്ടി ഡോയ് റെഡി ആയിട്ടുണ്ട്. ഐസ്ക്രീം പ്രേമികളായ കുട്ടികൾക്ക് ഇതൊരു ബെറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ഈ ചൂടിന് ഇത് ബെസ്റ്റ് ഒരു ഐറ്റം ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്